അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ശരിക്കും സൗദ ഭയപ്പെടുന്നുണ്ട്. ഉപ്പ, മോള് ഭയപ്പെടേണ്ട, ഞാനുണ്ടല്ലോ. ഉപ്പാൻ്റെ കുട്ടിയുടെ അവസ്ഥ ഞാൻ പറഞ്ഞ് മനസ്സിലായിക്കോളാം. മോള് വന്നേ. തൻ്റെ പ്രിയപ്പെട്ട പൊന്നുമോളെ അത് ഐഷുമ്മയുടെ വീട്ടിലേക്ക് കൊണ്ടുപോവാണ് മാപ്പ് പറയുവാൻ വേണ്ടിയിട്ട്. ഉപ്പ, എന്താ ചെയ്യുക, എൻ്റെ ജീവിതത്തിൽ അങ്ങനെയൊക്കെ പറ്റിപ്പോയി. ഞാൻ ഒരിക്കലും അത്തരക്കാരി ആയിരുന്നില്ല. പൊന്നുമോളെ, ഉപ്പാൻ്റെ കുട്ടി എന്താ അങ്ങനെ ആയത്? അങ്ങനെ അല്ലായിരുന്നല്ലോ. ഉപ്പാക്ക് ഏറ്റവും വിശ്വാസമുള്ളത് ഉപ്പാൻ്റെ മോളെയായിരുന്നു, സൗദ മോളെ. മറ്റുള്ളവരെ പോലെ ഒന്നല്ല, എല്ലാ കാര്യത്തിലും എൻ്റെ കുട്ടി സത്യസന്ധമായിരുന്നു. പക്ഷേ എന്തെൻ്റെ കുട്ടിക്ക് പറ്റിയത്? ഉപ്പ, എന്ത് ചെയ്യാം? അപ്പോഴത്തെ ഒരു മോളെ നമ്മൾ വന്ന വഴി ഒരിക്കലും മറക്കാൻ പാടില്ല. ഉപ്പാൻ്റെ മോള് വന്ന വഴി മറന്നുപോയി, അതാണ് ഇങ്ങനെയൊക്കെ പരീക്ഷണങ്ങൾ ഉണ്ടായത് അല്ലേ? അതെ ഉപ്പ, അതെ. നമ്മളെന്ന് വെച്ചാൽ കൂലിപ്പണിക്കാരല്ലേ. എൻ്റെ പൊന്നുമോൾ എത്ര ചെറുപ്പത്തിൽ മുതൽ തന്നെ വീടുകളിലേക്ക് ജോലിക്ക് പോയി തുടങ്ങിയിട്ടുണ്ട്. ഉപ്പാൻ്റെ ഈ അവസ്ഥ കൊണ്ട് വളരെ ചെറുപ്പത്തിൽ തന്നെ സൗദ ജീവിതഭാരം ഏറ്റവളാണ്. അയൽ വീടുകളിൽ പോകും, പാത്രം കഴുകും, വീട് അടിച്ചു വാരും, തുടക്കും. അങ്ങനെ കിട്ടുന്ന ചെറിയ പണം വീട്ടിലേക്ക് കൊണ്ടുവരും. പോരാത്തതിന് ടൈലറിങ്ങും. ഉമ്മയും അവളോടൊപ്പം ജോലിക്ക് പോകും. ഉമ്മ അവളെ പല സ്ഥലങ്ങളിലേക്കും ജോലിക്ക് കൊണ്ടുപോകും. അങ്ങനെയായിരുന്നു അവളുടെ ജീവിതം. പക്ഷേ ആ നാട്ടിലെ സമ്പന്ന കുടുംബം, അതെ, പുത്തൻവീട് തറവാട്ടിലെ നവാസ് സൗദിയെ വിവാഹം കഴിക്കുകയാണ്. വലിയ വീട്, പണം, സുഖസൗകര്യങ്ങൾ, എല്ലാത്തിലും അവളങ്ങ് മതിമറന്നു എന്ന് തന്നെ പറയാം. അതിനിടയ്ക്ക് അവൾ ഗൾഫിലേക്ക് പോകലും. എന്നാൽ ആദ്യകാലത്ത് അവൾ നല്ല മരുമകളായിരുന്നു. വീട് വൃത്തിയാക്കലും അടുക്കളയിലെ എല്ലാ ജോലികൾ ചെയ്യലും എല്ലാവരെയും ബഹുമാനിക്കലും അവളുടെ മൃദുവായ സ്വഭാവം എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. പക്ഷേ പിന്നീട് ഗൾഫ് യാത്ര, നവാസ് ഗൾഫിലേക്ക് കൊണ്ടുപോയി. സൗദ ഗർഭിണിയായി. എന്നാൽ ഉമ്മ ഫോൺ ചെയ്യും, മോളെ, നീ പഴയ സൗദ അല്ല കേട്ടോ. വീട്ടുജോലി നീ ചെയ്യരുത്, നിനക്കൊരു വിലയുണ്ട്. അവർക്ക് വേണ്ടി മാത്രം ഞാൻ ജീവിക്കണ്ട. പിന്നെ കുറച്ചൊക്കെ നിൻ്റെ ഇഷ്ടത്തിന് ജീവിക്കണം. പിന്നെ ഞാൻ ഒരു കാര്യം പറയാം. എന്താന്ന് വെച്ചാൽ ഇനി നീ നവാസിൻ്റെ ആദ്യ ഭാര്യയുടെ മക്കളെ നോക്കുക ചെയ്യരുത്, മനസ്സിലായല്ലോ? അവൾ അതിനനുസരിച്ച് നിന്നു. വൈകാതെ ഉമ്മ അവളെ നാട്ടിലെത്തിയപ്പോൾ കൊണ്ടുവരാൻ വന്നു. അന്ന് നവാസ്ക്ക് പറഞ്ഞ വാക്കൊന്നും അവൾ മറക്കുന്നില്ല. റബ്ബേ, സൗദ നീ എന്നെ കാക്കരുത്. കറക്റ്റ് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നെ ഒരിക്കൽ പോലും അദ്ദേഹം വിളിച്ചിട്ടില്ല, വന്നിട്ടില്ല. പാവം ഐഷമ്മ ഷമ്മാസ് വന്നു. പാവമാണ് അവർ. അതിന് പകരമായി വീട്ടിൽ നിന്ന് ചീത്ത പറഞ്ഞ് ആട്ടുകയും ചെയ്തു. റബ്ബേ, അങ്ങനെയുള്ള ചെയ്തവരുടെ മുഖത്തേക്ക് എങ്ങനെ റബ്ബേ ഞാൻ നോക്കുക? ഉപ്പ പറഞ്ഞു, മോളെ, സംഭവങ്ങളൊക്കെ ശരി തന്നെയായിരിക്കും. പൈസ വരും പോകും എന്ന് കരുതിയിട്ട് എന്നും നമുക്ക് ആ സുഖം ഉണ്ടാവുമെന്ന് ഒരിക്കലും നമ്മൾ വിചാരിക്കരുത്. ഈ ഒരു കാലത്ത് നമുക്ക് നല്ല സുഖം, സൗകര്യങ്ങളോ ക്യാഷും ഉണ്ടാവും. പക്ഷേ നാളൊരു പക്ഷേ നമ്മൾ അസുഖക്കാരായിരിക്കും, പണമില്ലാത്തവരായിരിക്കും. ജീവിതം മാറി മറിയും. ഒരിക്കലും നമ്മൾ അഹങ്കരിക്കാൻ പാടില്ല. അഹങ്കരിച്ചാലൊക്കെ ശിക്ഷ അനുഭവിച്ചിട്ടേ ഉള്ളൂ. അള്ളാഹു നൽകിയതാണ് നമുക്ക്. അള്ളാഹു ഏത് നിമിഷവും തിരിച്ചെടുക്കും എന്നുള്ള ചിന്ത കൂടി വേണം. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ മോളെ വിഷമം ഉണ്ടാവില്ല. മോളെ വന്ന വഴി മറക്കാൻ പാടില്ല. ഇന്നുള്ള സുഖം അള്ളാഹു നൽകിയ അനുഗ്രഹമാണ്. നിന്നെ സ്വീകരിച്ച ആ വീടിനെ ഞങ്ങൾ ബഹുമാനിക്കണ്ടേ? അവിടുത്തെ ആളുകളെ നിൻ്റെ സ്വന്തം ആളുകളായി കാണണ്ടേ? സൗദ ഒന്നും മിണ്ടാതെ നിന്നു. അവളുടെ മനസ്സ് എന്ത് പറയണമെന്നായിപ്പോയി. ഉപ്പ, ഞാൻ എന്തൊപ്പം ചെയ്യുക? എൻ്റെ ഒരു ബുദ്ധിമോശം കൊണ്ട്. സാരല്ല മോളെ, എന്തൊക്കെ തന്നെയാലും നമുക്ക് പോയി നോക്കുക. അങ്ങനെ അതാ ആ പിതാവും മകളും കൂടെ പോവുകയാണ്. എന്നാൽ ആ പിതാവ് മുന്നോട്ട് നോക്കുമ്പോൾ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കിയതിൻ്റെ കാര്യം മറ്റൊന്നുമല്ല. അത് തൻ്റെ മക്കളുണ്ടവിടെ. അവരെ ഒന്ന് കാണുവാൻ അത്യധികം ആഗ്രഹമുണ്ട്. പക്ഷെ സമ്മതിക്കില്ലല്ലോ. വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതല്ലേ. എൻ്റെ സൗദ തന്നെ എങ്ങനെ എത്തിപ്പെട്ടാവോ? അതെ, അവൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് കൊണ്ടാണ് അവളിങ്ങനെ എൻ്റെ അടുത്ത് എത്തിയത്. മറ്റുള്ള മക്കളെ ഒന്നും കാണാനും സംസാരിക്കാനൊന്നും എൻ്റെ ഭാര്യ സമ്മതിക്കൂല. നിങ്ങൾ എന്ത് കാര്യത്തിനാണ് മക്കളുടെ അടുത്തേക്ക് ഇങ്ങനെ വരുന്നത് എന്നായിരുന്നു ചോദിക്കാറ്. അല്ലാ, കാണാൻ വല്ലാത്ത കൊതിയുണ്ട് ഉപ്പ. മോളൊന്നും കൊണ്ട് വിഷമിക്കണ്ട. അങ്ങനെ അതാ അവർ അല്പം നടന്നപ്പോൾ ഒരു ഓട്ടോറിക്ഷ കിട്ടി. പുത്തൻ വീട് തറവാട്ടിലേക്ക് ഒന്ന് പോകണം. പുത്തൻ വീട് തറവാട്ടിലേക്കോ? ആയിക്കോട്ടെ. അങ്ങനെ അതാ അവർ നേരെ ഓട്ടോറിക്ഷയിൽ കയറുന്നു.
മോളെ എന്തെങ്കിലും ഒന്ന് വാങ്ങാൻ ഞാൻ പറ്റൂലല്ലോ. ഉപ്പ അതൊന്നും വേണ്ടുപ്പ. എന്നാൽ പുത്തൻവീട് തറവാടിൻ്റെ കുറച്ചപ്പുറത്തായിട്ട് ഒരു ഫ്രൂട്ട്സ് കട കണ്ടു. എത്തുന്നതിന് മുമ്പ് ഇവിടെ നിർത്തിട്ടോ. ആ പിതാവ് അതിൽ നിന്നിറങ്ങി കുറച്ച് ഫ്രൂട്ട്സുകളും സാധനങ്ങളുമൊക്കെ വാങ്ങി. ഉപ്പ എനിക്ക് ഇല്ല മോള് വിഷമിക്കണ്ട, നമുക്ക് കുഞ്ഞിൻ്റെ കാര്യത്തിൽ നമുക്ക് ഇൻഷാ അല്ലാ ഇനിയും അന്വേഷിക്കാൻ പോകാം. ഉപ്പ എനിക്ക് പേടിയാവുന്നുപ്പ, ഞാനായിട്ട്. മോളൊന്നും വിഷമിക്കണ്ടേ, എന്തായാലും ഞാൻ ഓട്ടോറിക്ഷക്കാരെ നമുക്ക് പറഞ്ഞേക്കാം കേട്ടോ. കുറച്ച് എന്തൊക്കെ തന്നെയാലും മോള് ഇപ്പം തന്നെ മുന്നിലേക്ക് വരണ്ട, ഞാൻ മോളെ നിർത്തുന്ന സ്ഥലത്ത് മോൾ നിന്നാൽ മതി. അങ്ങനെ ഏതാ ആ പിതാവും മോളും പുത്തൻവീട് തറവാടിൻ്റെ എത്തുന്നതിൻ്റെ കുറച്ച് മുമ്പായിട്ട് അവിടെ ഇവിടെ നിർത്തിക്കോ കേട്ടോ. ആ പുത്തൻവീട് തറവാട് കുറച്ച് അപ്പുറത്ത്, ആ ഷമ്മാസിൻ്റെയൊക്കെ വീടല്ലേ? അതെ, അല്ല ഇവിടെ മതി. അല്ല ഇവിടുന്ന് കുറച്ച്, അല്ല ഞങ്ങൾക്ക് കുറച്ച് സാധനം ആയിക്കോട്ടെ എന്നാൽ ഓക്കെ. അങ്ങനെ അതാ ഓട്ടോക്കാരനെ തിരിച്ചു വിട്ടു. എന്നാൽ ദൂരെ നിന്നും ആ ഒരു വീടിൻ്റെ തലയെടുപ്പ് കണ്ടപ്പോൾ സൗദിയുടെ ഉള്ളൊന്ന് കാളി. അല്ലാ, മരുമകളായി കയറി ചെന്നതായിരുന്നു, പക്ഷേ ഞാനായിട്ട് തന്നെ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. ഇപ്പോൾ ഞാൻ അങ്ങോട്ട് പോകുവാൻ ഭയപ്പെടുകയാണ്. മോളിവിടെ ഇരിക്കേ. തൊട്ടപ്പുറത്തുണ്ടായിരുന്ന ആ ഒരു ബസ് സ്റ്റോപ്പിൽ അവളെ ഇരുത്തി. മോളിവിടെ ഇരിക്കട്ടോ, ഉപ്പ പോയിട്ട് വരാം. എന്നാൽ ഉപ്പ അതാ ആ ഫ്രൂട്ട്സിൻ്റെ കവറുമായി നേരെ അതാ പുത്തൻവീട് തറവാട്ടിലേക്ക് നടക്കുകയാണ്. അല്പം അങ്ങോട്ട് നടക്കാനുണ്ട്, കാരണം ഇനിയിപ്പോൾ മോളെ നേരിട്ട് കാണുമ്പോഴേഞ്ഞപ്പോൾ അവർക്കൊന്നും തോന്നണ്ട എന്ന് കരുതിയിട്ട് മോളുടെ ഇഷ്ടപ്രകാരം തന്നെ അവിടെ നിർത്തിയിരിക്കുകയാണ്. അങ്ങനെ അതാ ആ പിതാവ് പുത്തൻവീട് തറവാടിൻ്റെ ഗേറ്റ് കടക്കുന്നു. അല്ലാ, ഗേറ്റൊക്കെ മാറിയിരിക്കണല്ലോ, ഇതിപ്പോൾ ഒക്കെ ഓട്ടോമാറ്റിക് ആണല്ലോ. എടുത്തെത്തിയപ്പോൾ തന്നെ തുറന്നു തന്നല്ലോ അദ്ദേഹം. പഠിച്ചോനെ, എൻ്റെ പൊന്നുമോളെ വിവാഹം കഴിച്ചയച്ച വീടിൻ്റെ വലുപ്പവും ഇവിടുത്തെ സ്വത്തും സമ്പത്തും എല്ലാം കണ്ട് ഒരു നിമിഷം അയാൾ തന്നെ ഞെട്ടിയിരുന്നു. കാരണം അന്ന് നല്ലൊരു രീതിയിൽ എൻ്റെ മോളെ ഇങ്ങോട്ട് കല്യാണം കഴിപ്പിച്ച് അയച്ചതായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാൻ, അവരായിട്ട് അത് നഷ്ടപ്പെടുത്തി. അല്ലെങ്കിൽ റബ്ബേ, എൻ്റെ ഭാര്യ എന്താ ഇത്രക്ക് മോശം പ്രവൃത്തികൾക്ക് കൂട്ടു നിൽക്കുന്നത്? അവളെ കൊണ്ട് ചില്ലറ അടങ്ങാറൊന്നല്ലല്ലോ റബ്ബേ. എൻ്റെ മോളുടെ ഭാവി ജീവിതം ആ ഉമ്മ തകർത്തു. ഇപ്പോൾ ആലോചിച്ചുകൂടാ എല്ലാം കൊണ്ടും. അങ്ങനെ അതാ അവർ ഗേറ്റ് കടന്ന് നേരെ ആ വലിയ വിശാലമായ മുറ്റത്തേക്ക് കടന്നു. അത് വീടിൻ്റെ ചുറ്റുഭാഗത്തുമായി ഇൻ്റർലോക്ക് എല്ലാം ഒന്ന് മാറ്റി പണിതിട്ടുണ്ടെന്ന് തോന്നുന്നു. ചുറ്റുഭാഗത്തും നല്ല ഗാർഡനും സെറ്റാക്കിയിട്ടുണ്ട്. ശരിക്കും ആ പിതാവ് ഞെട്ടിപ്പോവുകയാണ്. എൻ്റെ സൗദമോൾ എങ്ങോട്ടായിരുന്നല്ലോ ഞാൻ കല്യാണം കഴിപ്പിച്ച് വിട്ടത്. വീടിൻ്റെ മുഴുവൻ ഭാഗവും പുതുതായി റിന്യൂവൽ ചെയ്തിരിക്കുന്നു. പഴയ ഇൻ്റർലോക്ക് കല്ലുകളെല്ലാം എടുത്തു മാറ്റി പുതിയ മോഡേൺ ഇൻ്റർലോക്ക് പാകിയിട്ടുണ്ട്. അതിനിടയിൽ ചെറിയ ചെറിയ ഇടങ്ങളിൽ പച്ചപ്പുല്ല് വിതച്ചിരിക്കുന്നു. അതുകൊണ്ട് നടക്കുമ്പോൾ പച്ചയും ചാരയും ചേർന്ന മനോഹരമായ ഒരു കാഴ്ച. മുറ്റത്ത് കാൽ വെച്ചാൽ ഒരു റിസോർട്ടിലെത്തിയ പോലെ. എന്നാൽ വീടിൻ്റെ വലതുഭാഗത്തായിട്ട് വളരെ വിശാലമായൊരു പാർക്കിംഗ് സ്ഥലം. ഒരേ സമയം 4-5 കാറുകൾ വരെ നിർത്താം. അവിടെ ഇതിനകം തന്നെ 2 വലിയ കാറുകൾ നിൽക്കുന്നു. അത് ഇവിടുത്തെ ഷാമോൻ്റെ കാറുകളായിരിക്കും. ഒന്ന് കറുത്ത നിറത്തിൽ തിളങ്ങുന്നു, മറ്റൊന്ന് വെള്ള നിറത്തിൽ. ആ ഉപ്പ ആ കാഴ്ച ഒന്ന് നോക്കി നിന്നു. കാരണം തൻ്റെ മകളെ കെട്ടിച്ച വീടാണല്ലോ ഇത് എന്നതിൽ അവർക്ക് അഭിമാനമായിരുന്നു. എന്നാൽ വീടിൻ്റെ ഇടതുഭാഗത്തായിട്ട് അവിടെ നല്ലൊരു ഗാർഡൻ, അവിടെ തൊട്ടടുത്തൊരു സ്വിമ്മിംഗ് പൂൾ. പക്ഷെ അതൊരു സാധാരണ പൂളല്ല, മുകളിലൊരു ചെറിയൊരു കല്ലുമതിൽ. അതിന് മുകളിൽ നിന്നും വെള്ളം പതുക്കെ താഴേക്ക് വീഴുന്നു. ചെറിയൊരു വാട്ടർഫാൾ പോലെ. വെള്ളത്തിൻ്റെ ശബ്ദം മുഴുവൻ മുറ്റത്തും കേൾക്കാം. ആ ശബ്ദം കേൾക്കുമ്പോൾ മനസ്സിനൊരു സമാധാനം. സ്വിമ്മിംഗ് പൂളിനരികിൽ വലിയൊരു ഗാർഡൻ, വിവിധ നിറങ്ങളിലുള്ള പൂക്കൾ, ചുവപ്പ്, വെള്ള, പിങ്ക്. അവയിൽ ഏറ്റവും മനോഹരമായി വിരിഞ്ഞു നിൽക്കുന്നത് ബൊഗൈൻവില്ലകളായിരുന്നു. മതിലുകൾക്ക് മുകളിൽ കയറി നിറയെ പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നു. അടുത്തത് വലിയൊരു റോസ് ഗാർഡൻ, വിവിധതരം റോസുകൾ, ചുവപ്പ് റോസ്, മഞ്ഞ, വെള്ള റോസ്. കാറ്റ് വീശുമ്പോൾ പൂക്കളുടെ മണം മുഴുവൻ മുറ്റത്തും പരക്കുന്നു. ഗാർഡനിലൊക്കെ ചെറിയ പൈപ്പുകൾ. അത് സാധാരണ പൈപ്പല്ല, ഓട്ടോമാറ്റിക് സിസ്റ്റം. സമയമാകുമ്പോൾ അത് സ്വയം വെള്ളം തളിക്കും. അപ്പോൾ പുല്ലും ചെടികളും മഞ്ഞുതുള്ളി പോലെ നനയും. സൂര്യപ്രകാശം പതിക്കുമ്പോൾ അത് ചെറിയ വജ്രങ്ങൾ പോലെ തിളങ്ങും. ഗാർഡൻ്റെ ഒരു കോണിൽ ചെറിയൊരു ഊഞ്ഞാലും, മരത്തിൽ കെട്ടിയ മനോഹരമായ ഊഞ്ഞാല്. അതിനടുത്ത് മരം കൊണ്ടുള്ളൊരു ഇരിപ്പിടം. അവിടെ ഇരുന്നാൽ മുഴുവൻ ഗാർഡനും കാണാം. പൂക്കളും പച്ച പുല്ലും വാട്ടർഫാളിൻ്റെ ശബ്ദവും. പ്രകൃതിയുടെ ഒപ്പം ഇരിക്കുന്ന പോലെ തന്നെ. ശരിക്കും കണ്ട് സൗദിയുടെ ഉപ്പയുടെ മനസ്സ് നിറഞ്ഞു. അല്ലാ, അദ്ദേഹം ഓർമ്മിച്ചു, പഠിച്ചോനെ, ദാരിദ്ര്യത്തിൽ വളർന്ന
തൻ്റെ പൊന്നുമോൾ സൗദക്ക് ഇത്രയും സൗകര്യങ്ങളുള്ളൊരു വീട് നൽകിയ അള്ളാഹുവിനെ അദ്ദേഹം സ്തുതിച്ചു. അൽഹംദുലില്ലാ, എൻ്റെ കുട്ടി ഭാഗ്യവതിയാണ്. ഓളമ്മാൻ്റെ ഫിത്തിനെ കൊണ്ട് ഓള് വീണ്ടും അകപ്പെട്ടു പോയി എന്ന് തന്നെ പറഞ്ഞാൽ മതി, വേറൊന്നും പറയണ്ട. ഓളമ്മാക്കിപ്പോൾ എന്താ, എങ്ങനെ ജീവിച്ചാലും എന്താ, ഒരു കുഴപ്പമില്ല. പക്ഷേ സമാധാനമായ ഹൈറായ ജീവിതമാണ് ഞാൻ ആഗ്രഹിച്ചത്. എൻ്റെ മക്കൾക്ക് പോലും അവൾ അത് കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. പടച്ചറബേ നീ കാക്ക്. അങ്ങനെ അതാ ആ വിശാലമായ മുറ്റത്തെ കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ട് സൗദയുടെ ഉപ്പ നേരെ അതാ അവരുടെ സിറ്റ് ഔട്ടിൻ്റെ മുമ്പിലേക്ക് ചെന്നു. എന്നാൽ അപ്പുറത്തായിട്ട് കുറച്ച് ആളുകൾ അവിടെ ഇങ്ങനെ എന്തോ ഒരു ഒച്ചപ്പാടും ശബ്ദവും ഒക്കെയുണ്ട്. ആ വീട്ടിൽ നിന്ന് 1-2 ഗുഡ്സുകളും അപ്പുറത്തേക്ക് പോകുന്നുണ്ട്. ഒരു നിമിഷം ഇവിടെ ഇപ്പം എന്ത് പരിപാടി എന്നുള്ള രീതിയിൽ അദ്ദേഹം നോക്കി. ആ ആളുകളുടെ ഒച്ചപ്പാടൊക്കെ ഉണ്ടല്ലോ, ഇതിപ്പോൾ എന്താ അറവുകാരോ അങ്ങനെ എന്തൊക്കെയാണല്ലോ. അവർ ആ അടുക്കള ഭാഗത്ത് അവിടെയാണെന്ന് തോന്നുന്നു, അവിടെ നിന്നാണ് ഇങ്ങോട്ട് പോകുന്നത്. 1-2 വാഹനങ്ങൾ അങ്ങോട്ട് പോയി. എന്നാൽ ആ സൗദിയുടെ പിതാവ് ആ ഒരു ഫ്രൂട്ട്സിൻ്റെ കവറും കൈ പിടിച്ചുകൊണ്ട് അതാ അപ്പോഴേക്കും സിറ്റ് ഔട്ടിലേക്ക് ഒരാൾ കടന്നു വന്നു. എന്നാൽ സൗദിയുടെ പിതാവിനെ കണ്ടപ്പോൾ അദ്ദേഹം വിചാരിച്ചു, ഇതിപ്പോൾ എന്താ ഇനിയിപ്പോൾ റമളാൻ മാസമായിട്ട് യാചിക്കാനെങ്ങാനും വന്നതായിരിക്കോ. ഷമ്മാസ്, അവിടെ ആരോ വന്നിക്കണ്. എവിടെ, ആരാണ്? എനിക്കറിയില്ല, എനിക്ക് അറിയാത്തൊരാളാണ്. പോയി നോക്കി, ഇനി ക്യാഷിനോ വല്ലതാണോ അറിയില്ല കേട്ടോ, ഒന്ന് പോയി നോക്കിക്കേ. എന്നതാ ഇത് കൊടുത്തേക്ക് എന്ന് പറഞ്ഞിട്ട് ഷമ്മാസ് അവൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരു 500 രൂപ എടുത്ത് അദ്ദേഹത്തിൻ്റെ കൈകളിൽ കൊടുത്തു. എന്താ ഷമ്മാസ് ഇത്, ഒരു യാചകനൊക്കെ 500 രൂപയൊക്കെ കൊടുക്കുകയെ? ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാലേ ഓൾക്ക് ശീലാവും. മറ്റേത് ആദ്യമൊക്കെ ഒരു രൂപ 2 രൂപയൊക്കെ എടുത്തിരുന്നു. ഇപ്പം അതൊന്നും എടുക്കൂല യാചകർ. 10 രൂപയൊക്കെ കൊടുത്താലേ ഒരു വാങ്ങുള്ളൂ, കുറഞ്ഞത് 10എങ്കിലും വേണം. എന്നാൽ തന്നെ കുറേ പിരായി പറയും. പിന്നെ ഇതുപോലത്തുള്ള വീടുകളിലൊക്കെ വന്നാൽ നിങ്ങളൊക്കെ ഇങ്ങനെ കൊടുത്ത് ശീലമായി കഴിഞ്ഞാലേ പാവപ്പെട്ട് ഞങ്ങൾക്കും ഇത് ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അത് കൊടുത്തേക്ക്, റമളാൻ മാസമല്ലേ. ഷമ്മാസ് ആളാരാണെന്ന് നോക്കാതെ തന്നെ അയാളുടെ കൈകളിൽ പണം കൊടുക്കുകയായിരുന്നു. എന്നാൽ സൗദിയുടെ പിതാവിന് വേണ്ടി ആ 500 രൂപ അവിടെയുള്ള ആൾ നീട്ടുന്നതാ. പിന്നെ വീണ്ടും ഇങ്ങോട്ട് വരാൻ നിൽക്കൊന്നും വേണ്ട, ഒരു പ്രാവശ്യം കിട്ടിയത് വേറ്റി പോയിക്കോളൂ. റമളാനിൽ നിങ്ങൾ കുറച്ച് ആൾക്കാർ ഇറങ്ങാണ്ട്, നിങ്ങൾക്ക് എന്നത് ശീലയിക്കണം, നയിച്ച് നിന്നൂടെ എന്ന് പറഞ്ഞപ്പോൾ സൗദിയുടെ പിതാവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അത് ഞാൻ ഒരിക്കലും ക്യാഷിന് വേണ്ടി വന്നതല്ല, ഇവിടെയുള്ള ആരെങ്കിലും ഒന്ന് വിളിച്ചാൽ മതി. പിന്നെന്താ, നല്ല ഐഡിയ. ഇതിപ്പോൾ ക്യാഷിന് വേണ്ടി വന്നു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ പറയും. ശരിക്കും നേരിട്ട് മുതലാളിയെ തന്നെ വിളിച്ചാലായിരിക്കില്ലേ കൂടുതൽ കിട്ടാനായിരിക്കും. അങ്ങനെ കിട്ടിയതിട്ട് പോയിക്കൂടെ നിങ്ങൾക്ക്, ഇതൊക്കെ വലിയ സംഖ്യയാണ്. ഞങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയെടുത്തവർ ഇത്ര വലിയ ഒരു പൈസ അങ്ങ് കിട്ടാറില്ല. എന്താ നിങ്ങൾക്ക് ഇങ്ങനെ നയിച്ചു തിന്നൂടെ? ശരിക്കും അയാളുടെ ആ ഒരു വാക്കുകൾ കേട്ടപ്പോൾ സൗദിയുടെ പിതാവ് ഞെട്ടിപ്പോയി. റബ്ബേ, എന്നൊരു യാചകൻ്റെ രീതിയിലാണ്, ഇതൊരിക്കലും പുത്തൻ വീട്ടിലത്തെ ആളല്ല, ഇനി ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാൻ ഏൽപ്പിച്ച ആളാണോ എന്തോ അറിയില്ല, എനിക്ക് അയാളെ കണ്ട പരിചയമില്ല. എന്നാൽ ആ പിതാവ് അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നാലോ എന്ന് വരെ തോന്നിപ്പോയി. റബ്ബേ, ഇവിടുത്തുകാർ. എന്നാൽ അപ്പുറത്ത് ഷമ്മാസൊക്കെ നല്ല തിരക്കിൽ തന്നെയായിരുന്നു. അന്ന് നവാസിൻ്റെ കുഞ്ഞിൻ്റെ ഹക്കീക്കത്ത് അറിവ് കഴിഞ്ഞതിൻ്റെ തിരക്കും കാര്യങ്ങളും അതെല്ലാം ആളുകളിലേക്ക് എത്തിക്കുന്നതിൻ്റെ തിരക്കിലും ഇനി ആർക്കൊക്കെ കിട്ടുവാനുണ്ട് എന്നുള്ള കണക്കും കാര്യങ്ങളും നോക്കുന്ന തിരക്കിലായിരുന്നു. എന്നാൽ നേരെ അതാ അയാൾ അങ്ങോട്ട് നിന്ന്, ഷമ്മാസേ ഇത് പോണില്ല, അത് പൈസ ഒക്കെ ഇങ്ങോട്ട് തിരിച്ചു തരികയാണ്. അവർക്ക് എന്തിൻ്റെ കേടാ, ഈ ഒരു അവസരത്തിൽ ഇത്രയെങ്കിലും 500 നോട്ട് കിട്ടിയ തന്നെ വലിയൊരു ഉപകാരം. കിട്ടിയിട്ട് പോയിക്കൂടെ, മൂപ്പര് പറയണത് ഞാൻ പൈസക്ക് വേണ്ടി വന്നല്ല, ഞാൻ ഇവിടുത്തെ ആളുകളെ കാണാൻ വേണ്ടി വന്നതാണ് എന്നൊക്കെ പറയാം. എന്താ ഷമ്മാസ് ഇങ്ങനത്തിനൊക്കെ ഓരോന്നിനെ വലിച്ചു കയറ്റാൻ നിൽക്കണോ? എന്നാൽ അത് കേട്ടപ്പോൾ ഷമ്മാസിന് ഇന്ന് നിങ്ങൾ പോവണ്ട, ഞാൻ പോയിക്കോളാം. അല്ലാ, അവൻ പെട്ടെന്ന് തന്നെ കൈ കഴുകി ഫ്രഷായി കൈകൾ നന്നായി തുടച്ചു. അല്ലാ, എന്നെ കാണാൻ വേണ്ടി ഒരാൾ വന്നേക്ക്. റബ്ബേ പഠിച്ചോനെ, റമളാൻ മാസത്തിൽ പല ആളുകളും നമ്മുടെ മുമ്പിൽ വരുമെന്ന് കേട്ടിട്ടുണ്ട്. ഹിളർ നബിയെക്കുറിച്ചാണ് അവൻ ഓർത്തത്. പഠിച്ചോനെ, നമ്മുടെ മുമ്പിലേക്ക് ആര് വന്നാലും നമ്മൾ മടക്കി വിടരുത് എന്നുമ്മ എന്നോട് എപ്പോഴും പറയാറുണ്ട്. ഉമ്മ അറിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു, ഉമ്മ കുഞ്ഞിനെയും കൊണ്ട് ഉറക്ക് എന്തോ ചെയ്യാണെന്ന് തോന്നുന്നു. അല്ലാ പഠിച്ചോനെ. എന്നാൽ അപ്പോൾ തന്നെ ഷമ്മാസ് ഓടിയെത്തി. എന്നാൽ ഞങ്ങളുടെ വീടിൻ്റെ മുമ്പിലായിട്ട് നിൽക്കുന്ന ആ ഒരു പുറംതിരിഞ്ഞ് നിൽക്കുകയാണ് അദ്ദേഹം. കാരണം കുറച്ച് സമയമായി വന്നിട്ട് 2 പ്രാവശ്യം പറഞ്ഞയച്ചിട്ടും അയാൾ തിരിച്ചു പോയിട്ടൊന്നുമില്ല. അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുന്ന ആ ഒരു പാവപ്പെട്ട
ഒരു വൃദ്ധനായ മനുഷ്യനെ കണ്ടപ്പോൾ ഒരു നിമിഷം ആ ഇക്ക നിങ്ങൾ കയറിയിരിക്കി എന്ന് പറഞ്ഞു. എന്നാൽ സൗദിയുടെ പിതാവിൻ്റെ മുഖം ഷമ്മാസ് കണ്ടില്ല. അദ്ദേഹത്തിൻ്റെ ഒരു ഭാഗമാണ്. വേറെ ഏതോ ഒരാളാണെന്ന് കരുതി സ്നേഹത്തോടെ അദ്ദേഹത്തെ സ്വീകരിച്ചിരുത്തുകയാണ്. കയറിയിരിക്കി. എന്നാൽ ഒപ്പമുള്ള ആ കാര്യസ്ഥനക്ക് തോന്നുകയാണ്, എന്തിനപ്പോൾ ഇവരൊക്കെ പിടിച്ചകത്ത് കയറ്റണ് എന്നുള്ള രീതിയിൽ. ഷമ്മാസ് എവിടെ നിന്നൊക്കെ കണ്ടുവന്ന് വലിഞ്ഞു വന്നവരൊന്നും ഇങ്ങനെ അകത്തൊക്കെ പിടിച്ച് കയറ്റാൻ പാടില്ല കേട്ടോ. അവർ ചെറുതായെന്ന് മന്ത്രിച്ചു. അത് അങ്ങനെ പറയാൻ പാടില്ല. ഇരിക്കുക, അസ്സലാമു അലൈക്കും. സലാം പറഞ്ഞ് കയറ്റിയിരുത്തുമ്പോൾ ഒരു നിമിഷം ഷമ്മാസ് അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കി. അത് എവിടെയോ കണ്ട ഒരു പരിചയമുള്ള മുഖം. ഒരു നിമിഷം അദ്ദേഹത്തിൻ്റെ ദയനീയമായ മുഖം കണ്ടപ്പോൾ അല്ലാ ഉപ്പ. ഷമ്മാസ് അദ്ദേഹത്തെ കൈ പിടിച്ച് കയറ്റി സലാം പറഞ്ഞ് കെട്ടിപ്പിടിച്ചു. ഉപ്പ ഇരിക്കും ഉപ്പ, എന്നോട് ക്ഷമിക്കണം ഉപ്പ, ഞാനൊന്നും അറിഞ്ഞില്ല. പഠിച്ചോനെ. ആരാ ഷമ്മാസ് ഇത്? അത് ഞാൻ പറയാം. അല്ല ഉപ്പ ഇരിക്കി. പഠിച്ചോനെ, അല്ല എൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും വന്നു പോയ റബ്ബേ. ഉപ്പ ഞാൻ അറിഞ്ഞില്ല കേട്ടോ, ഞാൻ വേറെ ആരോ വന്നെന്ന് വിചാരിച്ചിട്ടാണ്. ശരിക്കും ഷമ്മാസ് അവരോട് മാപ്പ് പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം കേട്ടോ. അതൊന്നും പ്രശ്നമല്ല. മോനെ കാണാൻ പറ്റിയല്ലോ, അതന്നെ ഞാൻ തിരിച്ചു പോട്ടെന്ന് വിചാരിച്ച് നിൽക്കുകയായിരുന്നു. ഉപ്പ നിങ്ങളെങ്ങനെയാലും വന്നല്ലോ. എന്നാൽ അപ്പോൾ തന്നെ ഷമ്മാസ് നേരെ ഓടിയത് ഉമ്മയുടെ അരികിലേക്കാണ്. നുസി കുഞ്ഞിന് പാല് കൊടുക്കണം. ഉമ്മ. എന്താ മോനെ? അല്ലേ അകത്തുകൂടെ ഇങ്ങനെ ആൾക്കാർ പോയപ്പോഴേ ഇനിയിപ്പോൾ ഓൾക്കൊരു ബുദ്ധിമുട്ടാണ്ട് വിചാരിച്ചിട്ട് വാതിൽ കുറ്റിയിട്ടതായിരുന്നു. എന്ത് മോനെ? ഉമ്മ സൗദിയുടെ ഉപ്പ വന്നിട്ടുണ്ട്, സൗദത്തിയുടെ ഉപ്പ. മോനെ നീ എന്തേ പറയുന്നത്? അതെ ഉമ്മ, സൗദത്തിയുടെ ഉപ്പ. സത്യം പറഞ്ഞാൽ അവർക്ക് സന്തോഷവും സങ്കടവും ഒരുമിച്ച് വന്നു. ഐഷുമ്മ തട്ടം നേരെയാക്കി നേരെ സിറ്റ് ഔട്ടിൻ്റെ ഭാഗത്തേക്ക് ഓടുന്നു. തട്ടം മൂടി പുതച്ച അവരുടെ അരികിലേക്ക്. അല്ല ആരാ ഇത്? എന്തൊക്കെയുണ്ട്, സുഖല്ലേ? അൽഹംദുലില്ലാ സുഖം തന്നെയാണ്. ശരിക്കും അവർ കരഞ്ഞു പോയി. ആ പിതാവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. എന്നാൽ ഐഷുമ്മ പറഞ്ഞു, പഠിച്ചോനെ എന്നാൽ നിങ്ങൾക്കെങ്കിലും ഇങ്ങോട്ട് വരാൻ തോന്നിയല്ലോ. കരയൊന്നും വേണ്ട, ഞാനൊരു കാര്യത്തിന് വന്നത് മാപ്പ് ചോദിക്കാൻ. എൻ്റെ മോള് ചെയ്ത തെറ്റുകുറ്റങ്ങൾ, അപരാധങ്ങൾ, അതിനൊക്കെ നിങ്ങൾ മാപ്പ് തരണം. അതെ, ഒരിക്കൽ പോലും ഓൾക്കെതിരെ നിങ്ങൾ ദുആ ചെയ്യരുത്. ബുദ്ധിമോശം കൊണ്ട് ചെയ്തത് എൻ്റെ കുട്ടി, മാപ്പ് തരണം. അദ്ദേഹം അവിടെ നിന്ന് എഴുന്നേറ്റ് നിലത്തിരിക്കുന്ന പോലെയാണ് തോന്നിയത്. പഠിച്ചോനെ ഷാമോനെ എന്ന്. എന്താ ഉപ്പ നിങ്ങളീ ചെയ്യുന്നത്? ഞങ്ങളുടെ മുമ്പിൽ നിങ്ങളിങ്ങനെ നിലത്തിരിക്കാൻ മാത്രം എന്താണ് ചെയ്തത്? അല്ല മോനെ, എൻ്റെ കുട്ടി കാട്ടിയ തെറ്റിനാണ് ഞാൻ മാപ്പ് ചോദിക്കുന്നത്. നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ്. എൻ്റെ കുട്ടിക്കൊരു ജീവിതം കൊടുത്തത് നിങ്ങളായിരുന്നു. എന്നാൽ എൻ്റെ കുട്ടിയുടെ ബുദ്ധിമോശം കൊണ്ട് അങ്ങനെ പറ്റിപ്പോയി, ക്ഷമിക്കണം. ശരിക്കും ഐഷുമ്മയുടെ കണ്ണുകൾ നിറഞ്ഞ്, റബ്ബേ അല്ലാ, ഞാൻ പ്രാർത്ഥിച്ചത് പടച്ച റബ്ബ് എനിക്ക് തിരിച്ചു തരുമോ അല്ലാ എന്നിവരെ വിചാരിച്ചു. എന്നാൽ ഷാമും പറഞ്ഞു, ഉപ്പ എന്താ ചെയ്യാം, അങ്ങനെയൊക്കെ വിധി. അല്ലാ പഠിച്ചോനെ, എന്തൊക്കെ തന്നെയാലും അവർ നിൽക്കുന്നത് സുഖമായിരിക്കട്ടെ. അവരെല്ലാം വിചാരിച്ചത് സത്താറ് അവളെ വിവാഹം കഴിച്ചിട്ടുണ്ട് എന്നായിരുന്നു. എന്നാൽ ആ ഉപ്പ പറഞ്ഞു, മക്കളെ എൻ്റെ മോൾക്ക് പുറത്ത് കൊടുക്കണം കേട്ടോ, നിങ്ങൾ അറിവില്ലായ്മ കൊണ്ട് ചെയ്തു. അത് സാരല്ല ഉപ്പ, ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമല്ലേ, എന്താ ചെയ്യുക, ഓരോ ജീവിതം നന്നാക്കി കൊടുക്കട്ടെ. ഷമ്മാസ് അതായിരുന്നു അപ്പോൾ വിചാരിച്ചത്. എന്നാൽ ഉപ്പ പറഞ്ഞു, എൻ്റെ പൊന്നു മോള് നിങ്ങളോട് നേരിട്ട് കണ്ടൊന്നും വാപ്പ പറയണമെന്ന് പറയുന്നുണ്ട്, അതിൻ്റെ അവസരം നിങ്ങൾ കൊടുക്കുമോ? അല്ലാ ഇക്ക നിങ്ങൾ എന്തേ പറയുന്നത്? പഠിച്ചോനെ ഞാൻ എപ്പോഴും പഠിച്ചോനോട് 5 നേരം ദുആ ചെയ്യുന്നൊരു കാര്യമാണ് റബ്ബേ. അല്ലാ എൻ്റെ കുട്ടി ഒന്ന് തിരിച്ചു വന്നിരുന്നെങ്കിൽ എന്നുള്ളത്. എന്നാൽ ആ പിതാവിനോട് പറഞ്ഞു ഷമ്മാസ്, എവിടെയാണ് അവർ നിങ്ങളുടെ പുതിയ വീട്ടിലല്ലേ? അപ്പോൾ എങ്ങനെ? മോനെ ഞാൻ എൻ്റെ മോളെ വിളിച്ചു കൊണ്ടുവരാം, നിങ്ങളോടൊന്ന് മാപ്പ് പറയണം. ഓൾക്ക് ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയില്ലേ, അതിന് നിങ്ങൾ ക്ഷമ കൊടുക്കണം കേട്ടോ. ഓൾക്ക് സന്തോഷമേ ഉള്ളൂ, ആര് വന്നാലും ഞാൻ സ്വീകരിക്കാതിരുന്നിട്ടില്ല. ഐഷുമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. എന്നാൽ ഈ നിമിഷം തന്നെ, എന്നാൽ ഞാനിപ്പോൾ വരാം,
ആ പൊരിവെയിലത്ത് ആ ഉപ്പ ഇൻ്റർലോക്കിട്ട ആ ഒരു മുറ്റത്തേക്ക് ഇറങ്ങി. എന്നാൽ കൂടെ ഷമ്മാസ്, ഉപ്പ വരി, ഞാൻ വരാം. അവൻ പെട്ടെന്ന് കാറ് സ്റ്റാർട്ടാക്കുവാൻ വേണ്ടി കീ എടുക്കുന്നു. വേണ്ട മോനെ, മോള് അവരിവിടെ തന്നെയുണ്ട്. ആ പിതാവ് വിതുമ്പിക്കൊണ്ടായിരുന്നു അത് പറഞ്ഞത്. നല്ല വെയിലാണിപ്പാ, വരി. എന്നാൽ പെട്ടെന്ന് തന്നെ അവൻ കാറെടുത്തു. അപ്പോഴേക്കും ഉപ്പ ഇതിൽ കയറി എങ്ങോട്ട് പോകണ്ടെന്ന് വെച്ചാൽ. എന്നാൽ ആ മോൻ്റെ സ്നേഹം നന്നായി അറിയുമായിരുന്നു ആ ഉപ്പ. മോനെ മോനെ അതൊന്നും അല്ലുപ്പ, ഇതിൽ കയറി. അവൻ പെട്ടെന്ന് തന്നെ കാർ സ്റ്റാർട്ട് ചെയ്തു. മോനെ ദൂരെ എങ്ങും പോകാനില്ല, അതാ അവിടെ ബസ് സ്റ്റോപ്പിനടുത്തേക്കൊന്ന് പോയാൽ മതി. ഉപ്പ എന്തായാലും വേണ്ടിയില്ല. സത്യം പറഞ്ഞ ഷമ്മാസിൻ്റെ മനസ്സിലേക്ക് ഒത്തിരി സന്തോഷമായിരുന്നു വന്നിരുന്നത്. അല്ലാ റബ്ബേ, പഠിച്ചോനെ, ഞങ്ങളൊക്കെ പ്രാർത്ഥിച്ച് നടക്കുമോ എന്ന്. അങ്ങനെ അതാ പെട്ടെന്ന് തന്നെ ബസ് സ്റ്റോപ്പിൻ്റെ അടുത്തെത്തി. തൻ്റെ മുമ്പിലേക്ക് കടന്നു വരുന്ന ആ ഒരു ബ്ലാക്ക് കാറ് കണ്ട് സൗദ ഒന്ന് ഞെട്ടി. റബ്ബേ, ആരായിരിക്കും? അവളുടെ മനസ്സിൽ കാര്യം പേടി മറ്റൊന്നല്ലായിരുന്നു, അതെ ആ സത്താറിനെയായിരുന്നു. റബ്ബേ, അയാളെങ്ങാനും ആയിരിക്കുമോ എന്നുള്ള ഭയം. പെട്ടെന്ന് തന്നെ തൻ്റെ അടുക്കൽ അതാ ആ കാറ് നിന്നു. സൗദ ഒരു നിമിഷം ഭയന്ന് പോയി. അങ്ങനെ അത് കാറിൻ്റെ ഡോർ തുറന്നുകൊണ്ട് ഷമ്മാസ് പുറത്തേക്ക് വരുന്നു. അപ്പുറത്തെ ഡോർ തുറന്നുകൊണ്ട് തൻ്റെ ഉപ്പയും. അല്ലാ, അവൾ ഒരു നിമിഷം അവളുടെ ഹിജാബ് പതുക്കെ ഒന്ന് പൊക്കാൻ വേണ്ടി ശ്രമിച്ചു. അല്ലെങ്കിൽ വേണ്ട, അല്ല. എന്നാൽ മോളെ, ഉപ്പയുടെ വിളി, മോൾ എണീക്ക്. എന്നാൽ ഷമ്മാസ് ആ പർദ്ദ ധരിച്ച അവളെ നോക്കുകയായിരുന്നു. സൗദത്ത, അതെ അല്ല. ഒരു നിമിഷം അവൻ്റെ മനസ്സിലേക്ക് എന്തൊക്കെയോ കടന്നു വന്നു. ഇത്ത വരി, ഇവിടെ ഇരിക്കാതെ എണീറ്റ് വരി. മോളെ, ഉപ്പ അവളുടെ കൈ പിടിച്ചു. ഉപ്പ, എനിക്ക് പേടിയാണ്. എന്തിനു മോളെ? സത്യം പറഞ്ഞാൽ പുത്തൻ വീട് തറവാട്ടുകാരെ നമ്മൾ ഒരിക്കലും ഒരു രീതിയിലും തെറ്റിദ്ധരിക്കരുത് കേട്ടോ. എൻ്റെ മോൾ അത് കരുതിയിട്ട് വിചാരിക്കണ്ട. എന്തൊക്കെ തന്നെയായാലും എൻ്റെ പൊന്നു മോൾ സ്വീകരിക്കും എന്നിപ്പോൾ പറഞ്ഞതല്ലേ, വരി. അങ്ങനെ അതാ ആ പിതാവിൻ്റെ കൈ പിടിച്ചുകൊണ്ട് കാറിനടുത്തേക്ക് സൗദ പതുക്കെ വരുന്നു. എന്നാൽ ഷമ്മാസിൻ്റെ അടുക്കൽ നിന്ന് കൈ കൂപ്പിക്കൊണ്ട്, ഷാമോനെ പൊറുക്കണം, എന്നോട് പൊറുക്കണം ഷാമോനെ, ഞാൻ തെറ്റ് പറ്റിപ്പോയി എൻ്റെ അടുത്ത്. അവൾ വിതുമ്പിക്കൊണ്ട് അത് പറയുമ്പോൾ ഷാമോൻ പറഞ്ഞു, ഇത്ത നിങ്ങൾ കരയില്ലേ ഇത്ത, നിങ്ങൾ വന്നത് തന്നെ ഞങ്ങൾക്ക് വല്ലാത്തൊരു സന്തോഷം. ഏതായാലും തിരിച്ചു വന്നല്ലോ, അത് മതി. ഉമ്മ കണ്ണീരോടെ ദുആ ചെയ്യാറുണ്ട് എന്നും നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഒന്നെൻ്റെ മോൾ തിരിച്ചു വന്നിരുന്നെങ്കിൽ എന്ന് പറയാറുണ്ട്. എന്നാൽ ഷാമോൻ്റെ ആ ഒരു വാക്കുകൾ കേട്ടപ്പോൾ ശരിക്കും അവൾക്ക് സന്തോഷമാണ് തോന്നിയത്. അവൾ പടച്ച റബ്ബിനെ സ്തുതിച്ചു. അങ്ങനെയതാ അവൾ കാറിൽ കയറി. അപ്പോൾ തന്നെ പുത്തൻ വീട് തറവാട്ടിലേക്ക് ആ കാറ് തിരിഞ്ഞു. വിശാലമായ ആ ഒരു വലിയ മുറ്റത്തേക്ക്. ശരിക്കും സൗദ പുറത്തേക്ക് നോക്കി ഒന്ന് ഞെട്ടി. റബ്ബേ, ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടല്ലോ, തികച്ചും വ്യത്യസ്തമായിട്ടുണ്ടല്ലോ എന്നവൾക്ക് തോന്നിപ്പോയി. സൗദ അതാ കാറിൽ നിന്ന് ഇറങ്ങുന്നു. എന്നാൽ ഈ നിമിഷം ഉമ്മ അവിടെ ഇറങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. എന്നാൽ സൗദ കാറിൽ നിന്നിറങ്ങി. ഉപ്പയും ഷമ്മാസും. എന്നാൽ ഉമ്മയുടെ അരികിലേക്ക് അവൾ ഓടി ഉമ്മയുടെ കാൽക്കൽ വീണു. ഉമ്മ പൊറുക്കണം ഉമ്മ, മോളെ എന്താ ഇത്? അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഉമ്മ എന്നോട് പൊറുക്കണം ഉമ്മ, തെറ്റ് പറ്റിപ്പോയി ഉമ്മ, ഞാൻ ഇനി ഒരിക്കലും. മോളെ എന്താ മോളെ ഇങ്ങനെ എണീറ്റാണ്, ഇങ്ങനെ ഇരിക്കല്ലേ? അത് അവൾ ഐഷുമ്മയുടെ കാൽക്കൽ അവിടെ ഇരിക്കുകയായിരുന്നു. എന്താ മോളെ? ഉമ്മയുടെ കൈ പിടിച്ച് അവൾ എഴുന്നേറ്റു. ഉമ്മ, അതെ ഉമ്മ അവളെ വാരി പുണർന്നു നെഞ്ചോട് ചേർത്തു തുരുതുരെ ഉമ്മ വെച്ചു. മോളെ തിരിച്ചു വന്നല്ലോ, അത് മതി ഉമ്മക്കത് മതി. മോളെ, ഉമ്മ തെറ്റ് പറ്റിപ്പോയി ഉമ്മ, അറിയാതെ തെറ്റ് പറ്റിപ്പോയി. മോളെ സാരല്ലേ, അകത്തേക്ക് കയറി, ഇങ്ങോട്ട് കയറി കളി, ആൾക്കാരൊക്കെ നോക്കണ്ട, ഇങ്ങോട്ട് കയറി കളി. അങ്ങനെ അതാ സൗദയെ ഉമ്മ അകത്തേക്ക് പിടിച്ചു കൊണ്ടുപോയി. മോളെ ഇരിക്കുപ്പ. അത് സ്നേഹത്തോടെ പിതാവിനെയും. സത്യം പറഞ്ഞ ഷമ്മാസിനെ ആ രംഗം കണ്ട് കരച്ചിലാണ് വന്നത്. എന്നാൽ നുസി ഇതൊന്നും അറിയുന്നില്ല. അവൾ കുഞ്ഞുങ്ങളെ നോക്കി അകത്തിരിക്കുകയാണ്. ഉമ്മ എന്നോട് പൊറുക്കണം ഉമ്മ. മോളെ, പഠിച്ചോനെ എനിക്ക് ഉത്തരം നൽകിയിരിക്കുന്നു. ഞാൻ പഠിച്ചവനോട് നിരന്തരം ദുആ ചെയ്തിരുന്നത് നിന്നെ
ഇങ്ങോട്ട് എത്തിക്കണമെന്നായിരുന്നു. അൽഹംദുലില്ലാ, അള്ളാഹു എത്ര കാരുണ്യവാനാണ് മോളെ, ഇങ്ങോട്ട് എത്തിച്ചല്ലോ അൽഹംദുലില്ലാ. ശരിക്കും സൗദ ഞെട്ടിപ്പോവുകയാണ്. റബ്ബേ, അങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടി പോയിട്ടും വീട്ടിൽ നിന്ന് അങ്ങനെയൊക്കെ അവരെ പറഞ്ഞിട്ടും റബ്ബേ, ഈ ഉമ്മയുടെ മനസ്സെന്ത് ഇങ്ങനെ ഇത്രമാത്രം ക്ലിയർ ആയത്? പഠിച്ചോനെ, ഈ ഉമ്മ വല്ലാത്തൊരു ഉമ്മ തന്നെയാണ്. അവൾക്ക് അങ്ങനെ ഐഷമ്മയെക്കുറിച്ച് ഒരുപാട് തോന്നി തുടങ്ങുകയാണ്. ഉമ്മ എന്നോട് പുറത്തു തരണം കേട്ടോ. ഉമ്മാൻ്റെ മരുമകൾ ഒരു തെറ്റുമ്മ വേണ്ടാത്തതൊന്നും ചെയ്തിട്ടില്ല. നവാസ്ഖാനെ മറന്ന് ഞാനൊന്നും ചെയ്തിട്ടില്ല ഉമ്മ എൻ്റെ ജീവിതത്തിൽ. സത്യമായിട്ടും ഉമ്മ. മോളെ, അതൊക്കെ പിന്നെ ചിന്തിക്കാം. ഇനി മോൾ കരയല്ലേ, മോൾ ഇങ്ങോട്ട് കയറി ഇവിടെ ഇരിക്കുക, ഒന്ന് റെസ്റ്റ് എടുത്തോ. സത്യം പറഞ്ഞ മോളൊന്ന് കിടന്നോ. എന്തായാലും നോമ്പ് തുറക്കാനൊക്കെ ഇനി ഒരുപാട് സമയമുണ്ടല്ലോ മോളെ. മോള് അല്ലാ, ഏതായാലും വന്നല്ലോ, നിയന്ത്രിക്കാൻ കഴിയുന്നില്ല ഉമ്മ. എനിക്ക് മാപ്പ് തരണം. നമ്മളെ കുഞ്ഞ് പോയി ഉമ്മ, നമ്മളെ കുഞ്ഞ് നഷ്ടപ്പെട്ടു ഉമ്മ. എന്നാൽ അത് എന്തൊക്കെ തന്നെയാലും അവൾ ചോദിക്കുമോ ഇല്ലേ എന്നുള്ള രീതിയിലായിരുന്നു ഉമ്മ നിന്നിരുന്നത്. ഉമ്മ, എനിക്ക് എൻ്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടു ഉമ്മ. ഞാൻ എൻ്റെ കുഞ്ഞിനെ ഒരു നോട്ടം, അതൊരു പാതി മയക്കത്തിൽ കണ്ടതാണ് ഉമ്മ. എനിക്ക് എൻ്റെ കുഞ്ഞിനെ കാണണം, എൻ്റെ കുഞ്ഞിനെ കാണാൻ പറ്റും എന്നുള്ള രീതിയിലായിരുന്നു ഞാൻ. പക്ഷേ ഒരു നഴ്സ് കുഞ്ഞിനെ എടുത്ത് കൊണ്ടുപോയതാണ്. പിന്നെ ഞാൻ എൻ്റെ കുഞ്ഞിനെ കണ്ടിട്ടില്ല. കുഞ്ഞിനെ ICUവിലേക്ക് കൊണ്ടുപോകണം, വെൻറ്റിലേറ്ററിലാക്കണം എന്നൊക്കെ പറഞ്ഞ് എന്നിൽ നിന്ന് കുഞ്ഞിനെ അകറ്റുകയായിരുന്നു ഉമ്മ. ഞാനൊന്നും അറിഞ്ഞില്ല ഉമ്മ കുഞ്ഞിൻ്റെ കാര്യം. എൻ്റെ കുഞ്ഞെവിടെ എന്ന് ചോദിക്കുമ്പോൾ അവർ ഓരോ കാരണങ്ങൾ പറയായിരുന്നു. കുഞ്ഞ് വെൻറ്റിലേറ്ററിലാണ്, അവിടുന്ന് ICUവിലേക്ക് മാറ്റും, എന്നിട്ട് നിനക്ക് കാണിച്ചു തരും എന്നൊക്കെ. എന്നാലും ഉമ്മ, ഞാൻ 4 ദിവസം ഇവിടെ ഹോസ്പിറ്റലിൽ കിടന്നിട്ടും എൻ്റെ കുഞ്ഞിനെ ഒന്ന് കാണണമെന്ന് ഞാൻ കൊതിച്ചിരുന്നു. പക്ഷേ എൻ്റെ ഉമ്മ പറഞ്ഞു, കുഞ്ഞിനെ എനിക്ക് കാണാൻ പറ്റില്ല, കുഞ്ഞ് പോയി എന്ന് പറഞ്ഞു. സത്യമായിട്ടും ഉമ്മ, അതിനുശേഷം എനിക്ക് സമാധാനം ഉണ്ടായിട്ടില്ല. എൻ്റെ കുഞ്ഞ് എവിടെയാണെങ്കിലും കണ്ടുപിടിക്കാൻ ഉമ്മ എന്നെ നിങ്ങൾ സഹായിക്കോ. ഞാൻ ചെയ്ത തെറ്റിനൊക്കെ ഞാൻ നിങ്ങളോട് മാപ്പ് പറയാണ്. അറിയാതെ ഞാൻ ചെയ്തു പോയതാണ് ഉമ്മ, എൻ്റെ ഉമ്മയുടെ വാക്ക് കേട്ടിട്ട്. അതെ, എന്നെ നവാസ്കയിൽ നിന്ന് അകറ്റാനൊക്കെ എൻ്റെ ഉമ്മയുടെ പ്ലാനിങ് ആയിരുന്നു, അല്ലാതെ വേറൊന്നുമല്ല ഉമ്മ. അതിൽ പ്രധാന കാരണം മറ്റൊന്നുമല്ല, നവാസ്കയുടെ ക്യാഷ് ഇഷ്ടം പോലെ ഞങ്ങൾക്ക് വരാറുണ്ട്, എൻ്റെ അക്കൗണ്ടിലേക്കാണ് വരാറുള്ളത്. എന്നാൽ ഉമ്മയും പറഞ്ഞിരുന്നു അറിയാതെ തന്നെ നമുക്ക് വീടെടുക്കാമെന്ന്. അങ്ങനെയാണ് അവിടെ വീടുണ്ടാക്കിയതും ഒക്കെ. സത്യമായിട്ടും ഉമ്മ, എനിക്കതിനോട് വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാം, ക്യാഷൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഉമ്മ പറഞ്ഞു, മോളെ, ഇനിയും നീ ഇങ്ങനെ വേലക്കാരിയെ പോലൊന്നും അവിടെ നിൽക്കരുത്, നിനക്ക് കുറച്ച് അന്തസ്സിൽ നിൽക്കണം. പിന്നെ നീ ഇനി കൂടുതലായിട്ട് മറ്റൊരു മക്കളെ നോക്കാനും അതിനൊന്നും നിൽക്കരുത് എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ആ സമയം ഇബ്ലീസ് എന്നെ എന്തൊക്കെ തോന്നിപ്പിച്ചുമ്മ. അതുകൊണ്ട് എനിക്ക് അങ്ങനെ നിൽക്കേണ്ടതായിട്ട് വന്നു. ഉമ്മ എന്നോട് ക്ഷമിക്കണം ഉമ്മ. ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്തോളാം. ഞാൻ പഴയ പോലെ ഒരു ജോലിക്കാരിയായി ഈ വീട്ടിൽ കഴിഞ്ഞോളാം. അതിന് പകരമായിട്ട് എല്ലാ ജോലികളും ഞാൻ എടുത്തോളാം. ഒന്നും വേണ്ട, ഇവിടുത്തെ ഒരു മൂലയിൽ ഞാൻ കിടന്നോളാം. കാരണം ഉമ്മ, എനിക്ക് പോകാനൊരിടമില്ല. എൻ്റെ ഉപ്പയുടെ കൂടെ ഉപ്പയുടെ പുതിയ ഫാമിലി ഉണ്ട്, അവർ പോകും. പക്ഷേ എനിക്കൊരിക്കൽ പോലും എൻ്റെ ഉമ്മയുടെ വീട്ടിലേക്ക് എനിക്ക് പ്രവേശനം ഉണ്ടാവില്ല. അവർക്ക് ഞാൻ അവിടുന്ന് പോകണമെന്ന് തന്നെയായിരുന്നു ഇഷ്ടം. സത്യമായിട്ടും ഉമ്മ, നവാസ്കയെ ചതിച്ചുകൊണ്ട് ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല, അതെനിക്ക് നന്നായിട്ടറിയാം. പഠിച്ചവനാണേ സത്യം. അവൾ കരഞ്ഞുകൊണ്ട് ഉമ്മയുടെ കാൽക്കൽ വീഴുകയാണ്. എന്താ മോളെ നീ കാണിക്കുന്നത്, എണീക്ക്, അത് സാരമില്ല, ഒക്കെ കഴിഞ്ഞു പോയില്ലേ, പഠിച്ചവനോട് നീ പൊറുക്കലിനെ തേടില്ലേ, പിന്നെന്താ മോളെ അതിനൊക്കെ, ആ ഒന്നും സാരമില്ല മോളെ. ഉമ്മ നിനക്ക് വേണ്ടി ഒരു സമ്മാനം തരുന്നുണ്ട്. എന്തൊക്കെ തന്നെ നീ വന്നല്ലോ, അതുതന്നെ വല്ലാത്തൊരു സന്തോഷം. നീ വന്നത് ഉമ്മയുടെ മനസ്സ് നിറച്ചു മോളെ. ഉമ്മ എന്നോട് ക്ഷമിക്കണം ഉമ്മ. മോളെ, ഞാൻ എപ്പോഴേ ക്ഷമിച്ചു കഴിഞ്ഞു. എനിക്ക് നിന്നോട് ഒരു ദേഷ്യമില്ല മോളെ. മോളോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ മോളെ കാണാനൊക്കെ അന്ന് ഞാൻ വന്നത്. മോളെ, മോൾക്ക് വേണ്ടി ഒരു സമ്മാനം ഞാൻ തരുന്നുണ്ട്. അത് മോളുടെ ഉപ്പയുടെ കൈകൾ കൊണ്ട് തന്നെ ഞാൻ ആ സമ്മാനം മോൾക്ക് തരാം, അതായിരിക്കും നല്ലത്. ശരിക്കും ആയുഷമ്മ വിചാരിക്കുന്നു, അതെ, ആ പിതാവിൻ്റെ കൈകളിൽ കൊടുത്തുകൊണ്ട് ആ സമ്മാനം അവളെ ഏൽപ്പിക്കണം. അവളുടെ മനസ്സ് നിറയട്ടെ. ഇതുവരെ ദുഃഖിച്ചതും വിഷമിച്ചതും എല്ലാം എല്ലാ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും തീരട്ടെ. മോളെ വിഷമിക്കണ്ട ഉമ്മ. ഒരു സമ്മാനത്തിന് ഞാൻ അർഹയല്ല, കാരണം അത്രക്കും ഞാൻ വേണ്ടാത്തരം ചെയ്താണ് പോയത്.
അതുകൊണ്ട് ഉമ്മ എനിക്കതൊന്നും വേണ്ട. ഞാൻ ഇവിടുത്തെ എല്ലാ ജോലികളും ചെയ്ത് ഞാനൊരു ജോലിക്കാരിയുടെ റോളിൽ ഇവിടെ നിന്നോളാം. എനിക്കൊന്നും വേണ്ട ഉമ്മ. എന്തെങ്കിലും ഭക്ഷണം മാത്രം നിങ്ങൾ കഴിച്ചതിൻ്റെ ബാക്കി മതി. ഞാൻ എല്ലാ ജോലിയും ചെയ്ത് ഇവിടെ ജീവിച്ചോളാം ഉമ്മ. അവൾ ഉമ്മയോട് കരഞ്ഞു പറയുകയാണ്, മോളെ നീ കരയല്ലേ, മിണ്ടാതിരിക്കോ. എന്നാൽ ഈ സമയം സൗദയുടെ ഉപ്പയെ ഐഷുമ്മ വിളിക്കുന്നു. ഉപ്പ ഇവിടെ വരി. ആ എൻ്റെ മോളോട് നിങ്ങൾ പൊറുക്കണം കേട്ടോ. മോളുടെ ആ സമയത്ത് ബുദ്ധിമോശം കൊണ്ട് പറ്റിപ്പോയതാണ് കേട്ടോ. ഏയ് അതൊന്നും നിങ്ങളൊന്നും വിഷമിക്കണ്ട. ആ നിങ്ങളെ മോൾക്കൊരു സമ്മാനം കൊടുക്കാനുണ്ട്. അത് നിങ്ങൾ നിങ്ങളുടെ കൈകൊണ്ട് തന്നെ കൊടുക്കണം. ആ പിതാവ് ഒരു നിമിഷം ഞെട്ടി. സമ്മാനോ? എൻ്റെ കുട്ടിക്ക് എന്ത് സമ്മാനമാണ് ഇനി കൊടുക്കാനുള്ളത്? അതൊന്നും വേണ്ട, സമ്മാനമൊന്നും. എൻ്റെ മോൾക്ക് നിങ്ങൾ മാപ്പ് കൊടുത്താൽ മാത്രം മതി. അല്ലാതെ മരിച്ചു പോയാലും പൊറുക്കൂലല്ലോ. എന്തായാലും നിങ്ങൾ സ്വീകരിച്ചല്ലോ, അതന്നെ വലിയ ഇത്. ആ സ്വീകരിച്ചു, നന്നായിട്ട് സന്തോഷമായി, എൻ്റെ മനസ്സ് നിറഞ്ഞു എനിക്ക്. ഐഷുമ്മ പടച്ചറബിനോട് പ്രാർത്ഥിച്ചു. അൽഹംദുലില്ലാ, അല്ലാഹുവേ നീ എത്ര കാരുണ്യവാനാണ്. എന്തായിരിക്കും സൗദക്ക് കൊടുക്കുവാൻ പോകുന്ന ആ ഒരു സമ്മാനം? എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഇൻഷാ അല്ലാ അത് കിട്ടിക്കഴിയുമ്പോൾ അവളുടെ മനസ്സിൽ എന്തായിരിക്കും സന്തോഷം. നമുക്ക് നാളത്തെ വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഏകദേശം 35-40ഓളം ആയിരം ആളുകൾ കണ്ടിട്ട് പോലും ചിലപ്പോൾ 1K ലൈക്ക് പോലും കിട്ടാറില്ല. ഒരു 1000 പേര് പോലും ലൈക്ക് ചെയ്യാറില്ല എന്നുള്ള കാര്യം ആലോചിക്കുമ്പോൾ ചെറിയൊരു വിഷമമുണ്ട്. എങ്കിലും ആ 1000 പേര് ലൈക്ക് ചെയ്ത 1000 പേര് നമ്മുടെ സ്റ്റോറി രസമുണ്ടായിട്ടോ അല്ലെങ്കിൽ ഇഷ്ടമായിട്ടോ ഒന്നും കൊണ്ടായിരിക്കില്ല. അത് എന്നോടുള്ളൊരു ഇഷ്ടം കൊണ്ട് മാത്രം ഇടുകയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട എന്നോട് ഇഷ്ടമുള്ള എല്ലാ കൂട്ടുകാരും ഓരോ ലൈക്ക് വീതം ഇന്ന് തരുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇൻഷാ അല്ലാ എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.